മീനിനെ വളർത്തുന്ന ഒരുവിധം എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. വിരിഞ്ഞിറങ്ങുന്ന മീൻ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഫീഡ് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു ലൈഫ് ഫീഡിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കിയാൽ കാണാം, കുറേ പുഴുക്കൾ കിടന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ആ പുഴുക്കളുടെ പേരാണ് മൈക്രോവെംസ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 1 ലിറ്ററിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ജാറ് വിത്ത് ലിഡ്. അത് നിങ്ങൾക്ക് ഏത് സൈസിലും എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ 1 ലിറ്റർ എന്തിനാണ് എടുത്തതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം. പിന്നെ ഒരു പാത്രം, പിന്നെ ഒരു കട്ടിംഗ് ബോർഡ്, ഒരു കത്തി, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ കുറച്ച് ഡ്രൈ ഈസ്റ്റും, പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കൾച്ചർ. ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. ആദ്യം കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഈ സൈഡിലെ ആ ബ്രൗൺ കളറുള്ള ഭാഗങ്ങളിലെ അത് കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെയാണ് പലരും ഈ വീഡിയോയിലൊക്കെ ചെയ്യാറ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കൾച്ചറിൽ. പക്ഷേ ഞാൻ അതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വെറുതെ അത് കളയണ്ടല്ലോ. അത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കൾച്ചർ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. തൽക്കാലം അപ്പം വീഡിയോ കാണിക്കുന്നതിന് വേണ്ടി ഞാനത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഈ പാത്രത്തിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ലതാണ്, നമ്മുടെ കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ബ്രെഡ് അല്ലാതെ നമുക്കിത് ഓട്സ് വെച്ചും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച ആ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം കൂടിപ്പോവാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ മൈക്രോവേംസിന് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്തൊരു 45% ഒക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അത് മീൻ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ 2-3 തവണയൊക്കെ ഈ മൈക്രോവേംസ് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു പാചകത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിനെ നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ മുൻപേ പറഞ്ഞിരുന്നു ഈ 1 ലിറ്ററിൻ്റെ പാത്രം ഞാൻ എന്തിനാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഈ മൈക്രോവേംസ് കൾച്ചറായി കഴിഞ്ഞാൽ ഈ പാത്രത്തിന് മുകളിലേക്ക് എല്ലാ പുഴുക്കളും കൂടെ കയറി വരും. അപ്പോൾ ചെറിയ പാത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കളക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ മൂടിയിലേക്കൊക്കെ അതിങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ പാത്രമെന്ന് വെച്ചാൽ ഇത് കുറേ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് സുഖമായിട്ട് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഞാനിപ്പോൾ 1 ലിറ്ററിൻ്റെ പാത്രം ഇതിനകത്ത് യൂസ് ചെയ്തത്. ഇനി അതിലേക്ക് നമ്മുടെ മൈക്രോവേംസിൻ്റെ സ്റ്റാർട്ടിംഗ് കൾച്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കൾച്ചർ നിങ്ങൾക്ക് ചില അക്വറിയം ഷോപ്പിലൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിനകത്ത് കുറച്ച് ഡ്രൈ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അധികമായി പോകരുത്, അധികമായി പോയാൽ കൾച്ചർ നശിച്ചു പോകും. അതേപോലെ സ്മെല്ലും കൂടുതലായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്യുക. ഡ്രൈ ഈസ്റ്റ് നിങ്ങൾക്ക് ഒരുവിധം മിക്ക കടകളിലും വാങ്ങാൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നന്നായിട്ട് മൂടി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ലിഡ് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അതിന് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഹോള്, നമ്മുടെ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് 2-3 ഹോള് ഇട്ട് കൊടുക്കുക. ഇനി അഥവാ വലിയ ഹോളാണ് ഇടുന്നതെന്ന് വെച്ചാൽ അതിനെ നമുക്കൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ആ കോട്ടൺ ക്ലോത്തിൻ്റെ ചുറ്റും നന്നായിട്ട് സീൽ ചെയ്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മൈക്രോവേംസ് കൾച്ചർ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു 4 ദിവസത്തിനുള്ളിൽ ഇത് ഇത്രയും നല്ല രീതിയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. മീൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക.